പെബിൾസ് മലയാളം. യേശു ഗ്രാമങ്ങളിലൂടെ മതപ്രചാരണവും പ്രസംഗങ്ങളും നടത്തി യാത്ര ചെയ്യുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കാർപ്പനാം എന്ന പട്ടണത്തിലെത്തി. കാർപ്പനാമിൽ ഒരു റോമൻ ആർമി ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ജോലിക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കായി ഒരു സിനഗോഗ് പണിതിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എപ്പോഴും ജനങ്ങളെ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സേവകൻ രോഗബാധിതനായി മരിക്കാൻ പോവുകയായിരുന്നു. തന്റെ സേവകനെ ഓഫീസർ വളരെയധികം സ്നേഹിച്ചതിനാൽ അദ്ദേഹം വളരെ ആശങ്കയിലായിരുന്നു. യേശു പട്ടണത്തിലുണ്ടെന്ന് ഗ്രാമത്തലവന്മാർ ഓഫീസറെ അറിയിച്ചു. എന്നാൽ യേശു രോഗിയായ സേവകന്റെ കാര്യമറിഞ്ഞ് അവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. യേശു തന്റെ സേവകനെ കാണാൻ വരുമെന്നറിഞ്ഞപ്പോൾ ഓഫീസർ യേശുവിനെ കാണാനായി വീടിന് പുറത്തേക്ക് ഓടി. അദ്ദേഹം യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, "നിങ്ങൾ സ്വയം കുഴപ്പത്തിലാകരുത്. നിങ്ങൾ ഈ വീട്ടിൽ പ്രവേശിക്കാൻ മാത്രം ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു കൽപ്പന നൽകുക, എന്റെ ദാസൻ സുഖപ്പെടും." ഓഫീസർക്ക് തന്നിലുള്ള വിശ്വാസം കണ്ട് യേശു അത്ഭുതപ്പെട്ടു. മറ്റ് ദാസന്മാർക്കും ശിഷ്യന്മാർക്കും മുന്നിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനെ പ്രശംസിച്ചു. രോഗിയായ സേവകൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഓഫീസർ യേശുവിനെ കൊണ്ടുപോയി. എല്ലാവരും മുറിക്കുള്ളിൽ എത്തിയപ്പോൾ യേശു സേവകനെ തൊടാതെ തന്നെ സുഖപ്പെടുത്തിയത് എല്ലാവർക്കും ആശ്ചര്യമായി. The sick servant. Jesus traveled from village to village and spread his preachings. Once he visited the city of Capernaum. In Capernaum lived a Roman army officer. He had many servants working under him. He had built a synagogue for the people. He was a good man and he always helped the people. One day, one of his servants was very sick. He was almost about to die. The officer was really worried as the servant was much loved by the officer. The elders in the village told the officer that Jesus is in town. He should visit him. Jesus heard the news of the sick servant. He decided to visit the servant. As the officer learned that Jesus is himself coming to visit his servant, the officer rushed to meet Jesus. He met Jesus just outside his house. He said to Jesus, "Do not put yourself in trouble. I am not worthy enough for you to enter my house. Just give an order and my servant will be healed." Jesus was surprised to see the officer's faith in him. He praised the officer in front of his other servants and his disciples. Officer took Jesus inside his house where the sick servant was lying. As everyone went inside, they were surprised to see that Jesus had already healed the servant without even touching him. Everyone praised Jesus. The officer was very happy. രോഗിയായ അമ്മയെ യേശു സുഖപ്പെടുത്തുന്നു. യേശു ദൈവ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കപ്പർനിയം എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതേ പട്ടണത്തിൽ ഒരാളും അയാളുടെ ഭാര്യയും ഭാര്യയുടെ അമ്മയും താമസിച്ചിരുന്നു. അയാളുടെ പേര് സൈമൺ പീറ്റർ എന്നായിരുന്നു.
യേശു ഒരു ദിവസം അവരെ സന്ദർശിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സൈമണിന്റെ അമ്മയ്ക്ക് അസുഖം വന്നു. നല്ല പനിയായിരുന്നു. ചൂട് അല്പം പോലും കുറയുന്നില്ല. സൈമണിന്റെ ഭാര്യ കരയാൻ തുടങ്ങി. ദൈവമേ, എന്റെ അമ്മയെ രക്ഷിക്കണേ. അയൽക്കാരി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വാർത്ത നാട്ടിലാകെ പരന്നു. യേശു സൈമണിന്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ശിഷ്യന്മാരോടൊപ്പം യേശു സൈമണിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അമ്മയുടെ കട്ടിലിനടുത്ത് ചെന്ന് പനിയോട് ദൂരെ പോകുവാൻ ആജ്ഞാപിച്ചു. പെട്ടെന്ന് തന്നെ ചൂട് കുറഞ്ഞു എന്നറിഞ്ഞതിൽ എല്ലാവർക്കും അത്ഭുതമായി. സൈമണും ഭാര്യയും യേശുവിന് നന്ദി പറഞ്ഞു. സൈമണിന്റെ അമ്മ അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുവാൻ തുടങ്ങി. അവർക്ക് ഒന്നും തന്നെ സംഭവിക്കാത്തതുപോലെ പെരുമാറി. സൈമണിന്റെ അമ്മയുടെ അസുഖം യേശു എങ്ങനെയാണ് മാറ്റിയത് എന്ന് പെട്ടെന്ന് തന്നെ നാട്ടിലാകെ പരന്നു. എല്ലാവരും കുടുംബങ്ങളിലെ അസുഖക്കാരെ യേശുവിനടുത്ത് കൊണ്ടുവന്നു. മറ്റേതെങ്കിലും വിധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ പോലും അവിടെ ഒത്തുകൂടി. യേശു ആരെയും തിരിച്ചയച്ചില്ല. എല്ലാവരുടെയും നെറ്റിയിൽ കൈവച്ച് യേശു അവരുടെ അസുഖം മാറ്റി. അടുത്ത ദിവസം യേശു സൈമണിന്റെ വീട്ടിൽ നിന്നും പോയി. പിന്നീട് യേശു അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ദൈവവചനങ്ങൾ പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ സഹായിക്കുവാനും വേണ്ടിയാണ് യാത്ര പോയത്. പെബിൾസ് മലയാളം.